ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് എത്തുകയാണ്. ചെറിയൊരു റോഡ് ഷോയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനായി അങ്ങോട്ടേക്ക് എത്തുന്നത്. മൂന്നാം ഊഴവും അധികാര തുടർച്ച, പിണറായി സർക്കാർ അധികാര തുടർച്ച എന്ന ലക്ഷ്യമിട്ടുകൊണ്ടാണ് LDF എത്തിയത്. PK രാഗേഷുണ്ട്, EP ജയരാജനുണ്ട്, അവിടുത്തെ കണ്ണൂരിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഉണ്ട്. അങ്ങോട്ടേക്ക് നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇന്നലെയാണ് അവിടെ രാഷ്ട്രീയ യോഗത്തിലൊക്കെ സംസാരിച്ചിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിലേക്ക് എത്തുമ്പോൾ ഈ പറയുന്ന കോൺഗ്രസിലുള്ള പൊട്ടിത്തെറി പോലെ ഒക്കെയുള്ള വലിയ പൊട്ടിത്തെറി അവിടെ കണ്ണൂർ CPM-ലും നമ്മൾ കണ്ടതാണ്. തളിപ്പറമ്പിലടക്കം പയ്യന്നൂരടക്കം വലിയ പൊട്ടിത്തെറി. അവിടുത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം തന്നെ പുറത്തു വന്ന് അവിടുത്തെ PK ശ്യാമള സ്ഥാനാർത്ഥിയെതിരെ പറയുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനിടയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങോട്ടേക്ക് നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് എത്തുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പക്ഷേ ഇന്നലത്തെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലും അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിലും അത്തരത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം നടത്തിയ വെളിപ്പെടുത്തലിനെ കുറിച്ചൊരു കാര്യമായ പ്രതികരണം മുഖ്യമന്ത്രി നടത്തിയില്ല. ഉറപ്പായും പ്രചരണത്തിന് വരും ദിവസങ്ങൾ അതിനെപ്പറ്റിയുള്ള പ്രതികരണങ്ങൾ ഉറപ്പായും പ്രതീക്ഷിക്കുകയും ചെയ്യാം. മുഖ്യമന്ത്രി അങ്ങോട്ടേക്ക് എത്തിക്കുക. അതിന് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ദീപക് ധർമ്മടം ആ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നു. ദീപക്, വലിയ റോഡ് ഷോ അല്ലെങ്കിൽ കൂടിയും ഒരു ചെറിയ പ്രകടനമായി എത്തിയാണ് അങ്ങോട്ടേക്ക് നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് മുഖ്യമന്ത്രി എത്തിയത്. ദീപക് ധർമ്മടം. മുഖ്യമന്ത്രി ഇപ്പോൾ വരണാധികാരിക്ക് മുൻപിൽ ജില്ലാ രജിസ്ട്രേഷൻ ഓഫീസറാണ്. രജിസ്ട്രാർക്ക് മുൻപാകെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തി. ഇദ്ദേഹത്തിൻ്റെ മുൻപിൽ കസേരയിൽ ഇരിക്കുന്നു. തൊട്ടരികിൽ തന്നെ നേരത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ ഏജന്റ് P ശശി, കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്, CPI നേതാവ് CN ചന്ദ്രൻ. 5 പേർക്ക് മാത്രമാണ് പത്രികാ സമർപ്പണ വേളയിൽ ഒപ്പം പോകാനുള്ള നിബന്ധന പ്രകാരമുള്ള അനുമതിയുള്ളത്. ആ അനുമതി പ്രകാരം 5 പേർ മാത്രമാണ് ഈ ജില്ലാ മണ്ഡലം വരണാധികാരിയായ ജില്ലാ രജിസ്ട്രാർ മുൻപാകെ എത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി ഇവിടെ എത്തി രജിസ്ട്രാർക്ക് മുൻപാകെ ഇരിക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങൾ സംഭവിക്കുന്ന സംഭവവികാസങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴാണ് ഇതൊന്നും ബാധിക്കുന്നില്ല എന്ന മട്ടിൽ ഒരു നിശ്ചയദാർഢ്യത്തിൻ്റെ മുഖവുമായി പിണറായി വിജയൻ നടന്ന് ഈ വരണാധികാരിക്ക് മുൻപിലേക്ക് എത്തിയത്. അദ്ദേഹം എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ വരണാധികാരിക്ക് മുൻപിൽ നിൽക്കുകയാണ്. ഈ വേളയിൽ ഓർക്കേണ്ട 2-3 കാര്യങ്ങൾ. ഒന്ന്, പാർട്ടിക്ക് വലിയ പ്രതിസന്ധി ഉയർത്തിയ കണ്ണൂരിൽ നിന്ന് തന്നെയുള്ള സംഭവങ്ങൾ. ആ സംഭവങ്ങളിൽ കുഞ്ഞികൃഷ്ണനിൽ തുടങ്ങി TV ഗോവിന്ദനിലെത്തി. ആ വേളയിലായിരുന്നു പിണറായിയുടെ കണ്ണൂരിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ തുടക്കം കുറിച്ചുള്ള യാത്ര. അത് കഴിഞ്ഞ് ഇപ്പോൾ K സുധാകരൻ ഉയർത്തുന്ന UDF-ലെ വെല്ലുവിളി. അദ്ദേഹം പുതിയ പാർട്ടിയായി പോകുന്നു. ഇത്തരത്തിൽ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ അനവധി നടക്കുന്ന വേളയിലാണ് ഈ വ്യാഴാഴ്ചയിൽ ഇപ്പോൾ 11 മണിയോടുകൂടി 11 മണിക്ക് പത്രികാ സമർപ്പണം എന്നാണ് അറിയിച്ചത്. 10:57 തന്നെ മുഖ്യമന്ത്രി വരണാധികാരിക്ക് മുൻപിൽ പത്രിക സമർപ്പിക്കാൻ വേണ്ടി എത്തിക്കഴിഞ്ഞു. ചീഫ് ഇലക്ഷൻ ഏജന്റായ P ശശി നേരത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു, സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. അതുപോലെ ജില്ലാ സെക്രട്ടറിയായ KK രാഗേഷ്, ഇതുകൂടാതെ തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ, അദ്ദേഹം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ MLA ഓഫീസിൽ നിന്നും പുറപ്പെട്ടു. മുഖ്യമന്ത്രി നേരത്തെ തന്നെ ഒരു റോഡ് ഷോ പത്രികാ സമർപ്പണത്തിന് വേണ്ട എന്നായിരുന്നു പാർട്ടി സഖാക്കൾക്ക് നിർദ്ദേശം നൽകിയത്. പക്ഷേ എന്നാലും കുറച്ചുപേർ ഇവിടെ എത്തിയിരുന്നു. അങ്ങനെ എത്തിയ ആൾക്കാർ ഉൾപ്പെടെയാണ് ഇപ്പോൾ ഈ സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ജില്ലാ രജിസ്ട്രാർ ഓഫീസർക്ക് മുൻപാകെ പിണറായി വിജയൻ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ നാമനിർദ്ദേശ പത്രിക നൽകാൻ, ഒരുപക്ഷെ 3-ാം ഊഴത്തിന് വേണ്ടിയുള്ള പത്രിക നൽകാൻ വേണ്ടി മുഖ്യമന്ത്രി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ 24-ൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.